بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടലിനെ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അൽ-അല്ലാമ ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് ഹിജ്റ 792 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന 100 പദ്യങ്ങളടങ്ങിയ കിതാബാണ്. അതില് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളായിട്ട് അതിന്റെ ആമുഖവും ആരംഭവും വിശദീകരിച്ചു. 5-ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നത് 20-ാമത്തെ ബൈത്ത് മുതലാണ്. وبعد 35 حضر بنيان بيت الله لما اندثر. ഇതിൽ അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35-ാമത്തെ വയസ്സ്, അതായത് റസൂലിന് 35-ാമത്തെ വയസ്സിലായപ്പോഴാണ് ഖുറൈശികൾ കഅബാലയം പുതുക്കി പണിതാൻ തീരുമാനിച്ചത്. ലമ്മന്തസർ, അത് ദ്രവിച്ചപ്പോൾ, കഅബയുടെ മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, അത് പഴകി. ഖുറൈശികളൊക്കെ കൂടി തീരുമാനിച്ചു അതൊന്ന് പുതുക്കി പണിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് വയസ്സ് 35. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാം, ലമ്മ ബുനിയത്തിൽ കഅബ പുതുക്കി പണിയുന്ന ആ സമയം ذهب النبي وعباس ينقلان الحجارة. അല്ലാഹുവിന്റെ റസൂലും പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരുവരും കല്ലുകൾ ചുമക്കുമായിരുന്നു. അവരതിൽ പങ്കാളിയായിട്ടുണ്ട്. കഅബ പുതുക്കി പണിയുന്നതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയായിട്ടുണ്ട്. ബിഅസത്തിന്റെ മുമ്പ്, പ്രവാചകനാകുന്നതിന്റെ മുമ്പ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ നീക്കുകയായിരുന്നു. ആ സമയത്ത് ഫഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ റഖബതിക യഖീക മിനൽ ഹിജാറ. നിന്റെ ആ ഉടുമുണ്ടെടുത്തിട്ട് അത് നിന്റെ പിരടിയിലേക്ക് വെക്ക്. അപ്പൊ കല്ലുകളിൽ നിന്നും അതിൽ നിനക്ക് സംരക്ഷണം നൽകും. പ്രയാസമില്ലാതെ കല്ലുകൾ നീക്കാൻ കഴിയും, കല്ലുകൾ ചുമക്കാൻ കഴിയും. റസൂൽ ചെയ്തപ്പോ ഫഖറ ഇലൽ അർളി വതമഹത ഐനാഹു ഇലസ് സമാ. അല്ലാഹുവിന്റെ റസൂല് ഭൂമിയിലേക്ക് നിലത്തേക്ക് വീണ് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി, ആകാശത്തേക്ക് ഉയർത്തി. സുമ്മ അഫാഖ, പിന്നെ ബോധം തിരിച്ചു കിട്ടി. പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീണ് പിന്നെ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇസാരി ഇസാരി, എന്റെ തുണി എവിടെ, എന്റെ മുണ്ടെവിടെ? ഫശദ്ദ അലൈഹി ഇസാറഹു. എന്ത് ചെയ്തു? മറ്റുള്ളവർ ചേർന്ന്, അബ്ബാസ് ചേർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുണ്ട് ശരിയാക്കി കൊടുത്തു. ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, ബിഅസത്തിന്റെ മുമ്പ്, നുബുവത്തിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പുതുക്കി പണിയുന്നതിൽ ഖുറൈശികളുടെ കൂടെ പങ്കായിട്ടുണ്ട്. പിന്നെ ശേഷമുള്ള ബൈത്തിലും അദ്ദേഹം വിശദീകരിക്കുന്നത് കഅബ ഉണ്ടാക്കുന്ന സമയത്തുള്ള ചെറിയൊരു സംഭവമാണ്. കഅബ പുതുക്കി പണിയുമ്പോഴുള്ള ഒരു ചെറിയ സംഭവം. വഹക്കമൂഹു വറദൂ ബിമാ ഹകം ഫീ വദ്ഇ ദാകൽ ഹജറിൽ അസ്വദി സം. വഹക്കമൂഹു, ആ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെ വിധികർത്താവാക്കി, തീരുമാനിക്കാനുള്ള അവസരം നൽകി. വറദൂ ബിമാ ഹകം, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ വിധിച്ചത് അത് അവർ തൃപ്തിപ്പെട്ടു.
ഫീ വദ്ഇ ദാക്കൽ ഹജറിൽ അസ്വദ്, ആ ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിലുള്ള, സമ്മ അവിടെ, അഥവാ അതിന്റെ സ്ഥലത്ത്. അതായത് കഅബ പുതുക്കി പണിയുന്ന സമയത്ത് ഹജറുൽ അസ്വദ് വെക്കേണ്ട ആ സ്ഥലം എത്തിയപ്പോൾ ഖുറൈശികൾ പരസ്പരം തർക്കിച്ചു. ഓരോ ഗോത്രവും ആ ഷറഫ്, ഹജറുൽ അസ്വദ് വെക്കാനുള്ള ആ ഒരു സ്ഥാനം, അത് നമ്മുടെ ഗോത്രത്തിന് വേണമെന്ന് ഓരോ ഗോത്രവും തീരുമാനിച്ചു. അങ്ങനെ പരസ്പരം അടിയായി, കുഴപ്പമായി. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ വളരെ വിശാലമായിട്ടൊരു ആ സംഭവം പറയുന്നുണ്ട്. ഖുറൈശികൾ ഒരുമിച്ചുകൂടി അങ്ങനെ ഓരോ ഗോത്രവും ആ കല്ല് വെക്കാൻ, ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്ത് വെക്കാൻ പരസ്പരം മത്സരിച്ചു. എത്രത്തോളം അവർ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു. ബനു അബ്ദിദ്ദാർ ഗോത്രം വലിയ രക്തം ഉള്ള ഒരു പാത്രം കൊണ്ടുവന്ന് അതിൽ കൈകൾ മുക്കി അവർ ശപഥം ചെയ്തു. അതിനുവേണ്ടി മരിക്കാനും തയ്യാറായി, അത് അവർക്ക് വേണം. അങ്ങനെ പല ഗോത്രങ്ങളും പ്രശ്നത്തിലായപ്പോൾ ആ കാലഘട്ടത്തിൽ മക്കയിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറത്ത് ബിൻ അബ്ദില്ല ബിൻ ഉമർ ബിൻ മഖ്സൂം. അദ്ദേഹം അന്ന് മക്കയിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ്. അദ്ദേഹം ഒരു തീരുമാനം മുമ്പിൽ വെച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് ആ വാതിലിലൂടെ, മസ്ജിദുൽ ഹറാമിന്റെ ആ വാതിലിലൂടെ ആരാണോ ആദ്യം കടന്നു വരുന്നത് അവർ നിങ്ങളെ ഏൽപ്പിക്കുക. അവരെല്ലാവരും അംഗീകരിച്ചു. അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഫകാന അവ്വല ദാഖിലിൻ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തീരുമാനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിലൂടെ ആദ്യമായി കടന്നു വന്നത്. ഇത് കണ്ടപ്പോൾ ഖുറൈശികൾക്ക് എല്ലാവരും സന്തോഷമായി. എല്ലാവരും പറഞ്ഞു, ഹാദാ അമീൻ, ഹാദാ റദീന, ഹാദാ മുഹമ്മദ്, വിശ്വസ്തനായ അമീനായ മുഹമ്മദ് വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും തൃപ്തിപ്പെട്ടു. മുഹമ്മദിന് എല്ലാവർക്കും തൃപ്തിയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊരു തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവനൊരു വസ്ത്രം കൊണ്ടുവന്നു, തുണി കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ കല്ലെടുത്ത് ആ തുണിയിൽ വെച്ചു. ഓരോ ഗോത്രക്കാരോടും ഗോത്രത്തലവന്മാരോടും ആ തുണിയുടെ ഓരോ ഭാഗങ്ങൾ പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അങ്ങനെ അവർ ഓരോ ഭാഗം പിടിച്ച് പൊന്തിച്ചു. അതിന്റെ സ്ഥാനം എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരി കൈകൊണ്ട് ആ കല്ലെടുത്ത് അതിന്റെ സ്ഥാനത്ത് വെച്ചു. അതെല്ലാവരും തൃപ്തിപ്പെട്ടു. അതാണ് ആ സംഭവം. ഇബ്നു ഇസ്ഹാഖിന്റെ ഈ സംഭവത്തെ ബലപ്പെടുത്തുന്ന റിവായത്ത്, ഇതേപോലുള്ള റിവായത്ത് ഇമാം അഹ്മദിന്റെ മുസ്നദിലും നമുക്ക് കാണാൻ കഴിയും. ഇതേ രീതിയിലുള്ള റിവായത്താണ് അവിടെയും കാണാൻ കഴിയുന്നത്. അപ്പൊ ഖുറൈശികൾ കഅബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35-ാമത്തെ വയസ്സായപ്പോ പഴകിയ, ദ്രവിച്ചു കൊണ്ടിരുന്ന ആ കഅബയെ ഖുറൈശികൾ പുതുക്കി പണിതു. ആ പണിയുന്നതിൽ അല്ലാഹുവിന്റെ റസൂലും പങ്കുചേർന്നു. അങ്ങനെ ഹജറുൽ അസ്വദ് വെക്കാനുള്ള ആ സമയത്തുണ്ടായ അവർക്കിടയിലെ തർക്കത്തെ അല്ലാഹുവിന്റെ റസൂല് വളരെ ഹിക്മത്തോടെ അത് പരിഹാരം കണ്ടു. പിന്നെ അദ്ദേഹം 22-ാമത്തെ ബൈത്തിലേക്ക് കിടക്കാണ്. وبعد عام 40 أرسله في يوم الاثنين يقينا فانقلا. അടുത്ത അദ്ദേഹം വിഷയം പറയുന്നത്, സന്നിഫ് റഹിമഹുല്ലാഹ് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിലേക്കാണ്, ബിഅ്സത്തിലേക്കാണ്. وبعد عام 40 അല്ലാഹുവിന്റെ റസൂലിന് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഉർസില പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. ഫി യൗമിൽ ഇത്നൈനി, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. യഖീനൻ ഫൻഖുല, അത് ഉറപ്പാണ്. ആ രീതിയിൽ അത് നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പണ്ഡിതന്മാർക്കിടയിൽ അതിൽ തർക്കങ്ങളുമില്ല. ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നത്, പ്രവാചകനാകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് പ്രവാചകനായിട്ട് നുബുവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ കാര്യം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു, അവരെപ്പോലുള്ള പ്രഗത്ഭരായ സഹാബാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്.
ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി40 സന. അള്ളാഹുവിന്റെ റസൂലിന് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത്, നുബുവത്ത് ലഭിച്ചത്. അങ്ങനെ ഫമക്കത ബിമക്കത 13 സന യുഹാ ഇലൈഹി. അള്ളാഹുവിന്റെ റസൂല് നുബുവത്തിന് ശേഷം 13 വർഷം മക്കയിൽ താമസിച്ചു. അവിടെ റസൂലിന് വഹി ലഭിച്ചുകൊണ്ടേയിരുന്നു. ثم أمر بالهجرة فهاجر 10 سنين. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഹിജറ കൽപ്പിക്കപ്പെട്ടു, ഹിജറ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. പിന്നെ മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ 10 വർഷം അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചു. വമാത വഹുവ ഇബ്നു 63. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ച് തന്റെ 63-ാമത്തെ വയസ്സിൽ ആ മദീനയിൽ വഫാത്തായി. ഈ ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് നുബുവത്ത് ലഭിച്ചത്. അതുപോലത്തെ രണ്ടാമത്തെ വിഷയം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബിഅസത്ത് ഉണ്ടായത് തിങ്കളാഴ്ച ദിവസമാണ്. വഫി യൗമിൽ ഇത്നൈനി യഖീനൻ ഫൻഖുല. അതിലൊരു തർക്കമില്ല, അത് യഖീനാണ്. ആ രീതിയിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി അൽ ഇത്നൈൻ. തിങ്കളാഴ്ച ദിവസമുള്ള നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീഹി. ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. വയൗമുൻ ബുഇസ്തു. അതേപോലെ തന്നെ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതും ആ ഒരു ദിവസത്തിലാണ്. ഔ ഉൻസില അലയ്യ ഫീ. അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടത്. നുബുവത്ത് തുടങ്ങിയത്, റിസാലത്ത് ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത് എന്ന ആ വലിയ ദൗത്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചത് അതൊരു തിങ്കളാഴ്ച ദിവസമായി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനം തിങ്കളാഴ്ച ദിവസമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് ലഭിച്ചത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അടുത്ത ബൈത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ 23-ാമത്തെ ബൈത്തിൽ പിന്നെ ചർച്ച ചെയ്യുന്നത്, അല്ലാഹുവിന്റെ റസൂലിന് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്. അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. പിന്നെ ആ മാസം, ഏത് മാസത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് ആരംഭിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് ലഭിച്ചത് എന്നുള്ള വിഷയമാണ്. ഫി റമളാന ഔ റബീഇൽ അവ്വലി വസൂറത്തു ഖുറ അവ്വലുൽ മുനസ്സലി. ഇതിൽ അദ്ദേഹം പറയുന്നത് ഫി റമളാന, ഒന്നുകിൽ റമളാൻ മാസത്തിലാണ്, ഔ റബീഇൽ അവ്വലി, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയാണ്. തിങ്കളാഴ്ച ദിവസം, അതുപോലെ തന്നെ 40-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് സഹിഹ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ മാസം, അതില് പണ്ഡിതന്മാർക്കിടയിലുള്ള ആ അഭിപ്രായ വ്യത്യാസത്തെയാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഫി റമളാൻ, റമളാൻ മാസത്തിലാണ്. ഔ റബീഉൽ അവ്വൽ, അല്ലെങ്കിൽ റബീഉൽ അവ്വലാണ്. ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിങ്കളാഴ്ച ദിവസമാണ് നുബുവത്ത് ലഭിച്ചത് എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ടെങ്കിലും ആ മാസത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ ചരിത്രവും ഓരോ കാര്യങ്ങളും വ്യക്തമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കിതാബാണ് സാദുൽ മആദ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നു, വലാ ഖിലാഫ അന്ന മബഅസഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൽ ഇത്നൈൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് അത് തിങ്കളാഴ്ച ദിവസമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. വഖ്തുലിഫ ഫീ ശഹ്രിൽ മബ്അത്ത്. പക്ഷേ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മാസത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖീല, ഒരു അഭിപ്രായം, ലിസമാനിൻ മദൈന മിൻ റബീഉൽ അവ്വൽ, അഥവാ റബീഉൽ അവ്വൽ 8 കഴിഞ്ഞതിന് ശേഷമാണ്. സനത 41 മിൻ ആമിൽ ഫീൽ, അതുപോലെ തന്നെ ആമുൽ ഫീൽ കഴിഞ്ഞ്, ആനക്കര വർഷം കഴിഞ്ഞ് 41-ാമത്തെ വർഷത്തിൽ, അഥവാ റസൂലിന്റെ 40 വർഷം പൂർത്തിയായതിനു ശേഷം
റമദാൻ മാസത്തില് റബീഉൽ അവ്വൽ 8 കഴിഞ്ഞതിന് ശേഷമാണ് അതായത് റസൂലിന് നുബുവത്ത് കിട്ടിയതെന്നാണ് ഒരു അഭിപ്രായം. ഹാദാ ഖൗലുൽ അക്സരീൻ. ഈ അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. ഇതാണ് ഒന്നാമത്തെ റബീഉൽ അവ്വൽ 8 കഴിഞ്ഞിട്ട്. രണ്ടാമത്തെ അഭിപ്രായം അദ്ദേഹം ആ പദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് റമദാൻ മാസത്തിലാണ്. അതിനായിട്ട് അവർ പറയുന്ന തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആയത്താണ്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ. അപ്പൊ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലാണ്. നബുവത്ത് റമദാനിലാണ് ഉണ്ടായത്. അതുകൊണ്ട് റമദാനിലാണ് അല്ലാഹുവിന്റെ റസൂല് ഉണ്ടായത്, നബുവത്ത് ലഭിച്ചത് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. അതില് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്താനുള്ള കാരണം സഹീഹായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. കാരണം 40ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ്, തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ സഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ അഭിപ്രായമാണ് റമദാൻ മാസത്തിലാണ്. അവർ ഓതിയ ആയത്ത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പക്ഷെ റബീഉൽ അവ്വലാണ് അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയത് എന്ന് പറയുന്നവർ, ഈ രണ്ടാമത്തെ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഓതിയ ആയത്തിനെ ഖണ്ഡിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് പറയുന്നത് അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഖുർആൻ ബൈത്തുൽ ഉസ്സയിലേക്ക് അവതരിപ്പിച്ചതാണ്. ഖുർആൻ മൊത്തമായിട്ട് ആദ്യം ബൈത്തുൽ ഉസ്സയിലേക്ക് അവതരിപ്പിച്ചു. അവിടുന്നാണ് പിന്നെ 23 വർഷം കൊണ്ട് ആവശ്യാനുസരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എത്തിച്ചത്. ഇതാണ് ഇപ്പം പ്രബലമായിട്ടുള്ള അഭിപ്രായം, റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളതാണ്. ആ പദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത്, മുസന്നിഫ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് ആദ്യമായി അവതരിച്ച ആയത്ത് സൂറത്ത് വസൂറത്തു ഖുറ അവ്വലുൽ മുനസ്സലി, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇഖ്റ എന്ന സൂറത്ത് അഥവാ സൂറത്തുൽ അലഖ്. അതും സഹിഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണ്. ബദുഉൽ വഹി, വഹീന്റെ ആരംഭത്തെ സംബന്ധിച്ച് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസ് ഉണ്ട്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും അവരുടെ സഹീഹിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബിന്റെ ആരംഭത്തിൽ തന്നെ ആ ഹദീസ് പറയുന്നുണ്ട്, ദീർഘമായ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസ് ഉദ്ധരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹീന്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന ആ സംഭവങ്ങൾ വിശാലമായിട്ട് അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് 24ാമത്തെ ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസ് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം, ഹബീബിന്റെ ചരിത്രം, ഹബീബിന്റെ ജീവിതം അത് പഠിച്ച് അത് മനസ്സിലാക്കി സഹീഹായ ഹദീസുകളിലൂടെ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഇൽമു തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടിയല്ല നാളെ ആഖിറത്തിൽ ഉന്നതമായ ദറജയിലുള്ള അമലായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.